നമസ്കാരം. കോൺഗ്രസിന് അല്ലെങ്കിൽ തന്നെ ശനിദശയാണ്. ഇപ്പോഴാ കൂനിന്മേൽ കുരു എന്ന പോലെ കോടികളുടെ തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവ് എത്തിയിരിക്കുകയാണ്. അതും ഒരു മുതിർന്ന വനിതാ നേതാവ്. പിണറായി വിജയനും കൂട്ടരും ഒഴിഞ്ഞു തരുന്നുമില്ല. അപ്പോൾ പിന്നെ പാർട്ടി കൊണ്ട് രക്ഷപ്പെടാമെന്ന തോന്നൽ നഷ്ടപ്പെട്ടതോടെയാകാം തട്ടിപ്പിന്റെ വഴി ഇപ്പോൾ നേതാക്കൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. വയനാട് DCC ട്രഷറിയുടെ ആത്മഹത്യയോടെ പുറത്തു വന്നത് ഇതുപോലൊരു സാമ്പത്തിക തട്ടിപ്പാണ്. അതും മുതിർന്ന നേതാക്കളുടെ തട്ടിപ്പ്. എന്നാൽ ആരോപണം പുറത്തു വന്നപ്പോൾ അത് നിഷേധിക്കുന്ന നിലപാട് കൈക്കൊള്ളുകയും ഒടുവിൽ ജാമ്യത്തിനായുള്ള നെട്ടോട്ടമാണ് കണ്ടത്. ഈ കോൺഗ്രസുകാർക്ക് അടപടലം എങ്ങനെ ഇത്തരം തട്ടിപ്പാശയങ്ങൾ കിട്ടുന്നു എന്നതാണ് ഇപ്പോൾ സംശയം. അതുമാത്രമല്ല, വെള്ളഖദറുമിട്ട് നടക്കുന്ന ഈ കോൺഗ്രസുകാർ പറഞ്ഞാൽ പറയുന്നത് അപ്പാടെ കേട്ട് നോട്ടുകെട്ടുകൾ കയ്യിൽ എങ്ങനെ കൊണ്ടു കൊടുക്കുന്നു എന്നതാണ് അടുത്ത ചോദ്യം. എന്നാൽ ഇവിടെ സ്ത്രീകൾക്ക് ഇരുചക്ര വാഹനം പകുതി വിലയ്ക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൽസന്റ്. കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിലാണ് കോൺഗ്രസിന്റെ വനിതാ നേതാവും പ്രതിയായിരിക്കുന്നത്. അനന്തകൃഷ്ണൻ ഉൾപ്പെടെ ശതകോടികളുടെ തട്ടിപ്പ് കേസിൽ 7 പ്രതികളുണ്ട്. ലാലി വിൽസന്റ് 7ാം പ്രതിയാണ്. വിമൻ ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ പേരിലായിരുന്നു ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നത്. വാഹനത്തിന്റെ പകുതി തുക അടച്ചാൽ ബാക്കി പകുതി തുക കേന്ദ്ര സർക്കാർ സഹായമായും വലിയ കമ്പനികളുടേതടക്കം CSRF ഫണ്ടായി ലഭിക്കുമെന്നുമായിരുന്നു വാഗ്ദാനം. പണമടച്ച് 45 ദിവസത്തിനുള്ളിൽ വാഹനം ലഭ്യമാകുമെന്നും അനന്തകൃഷ്ണൻ വാഗ്ദാനം നൽകിയിരുന്നു. ഇയാളുടെ വാക്കുകൾ വിശ്വസിച്ച് സ്ത്രീകൾ അനന്തുവിന്റെ സ്ഥാപനത്തിന്റെ 3 ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പണം അയച്ചു നൽകിയത്. കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, BJP നേതാക്കളും പ്രത്യേകിച്ച് വനിതാ നേതാക്കളും തട്ടിപ്പിന് കുടപിടിച്ചെന്നാണ് കണ്ടെത്തൽ. ലാലി വിൽസന്റെ വഴി നിരവധി പേര് തട്ടിപ്പിനിരയായെന്നാണ് സൂചനകൾ വരുന്നുണ്ട്. ലാലിയുടെ പാർട്ടി ബന്ധം ഉപയോഗിച്ച് കോടികളുടെ തട്ടിപ്പ് അനന്തു നടത്തിയെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നാഷണൽ NGO ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോഓർഡിനേറ്റർ ആണെന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ CSR ഫണ്ട് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും വിശ്വസിപ്പിച്ചായിരുന്നു അനന്തുവിന്റെ തട്ടിപ്പ്. സ്വന്തം പേരിൽ വിവിധ കൺസൾട്ടൻസികൾ ഉണ്ടാക്കി അതിന്റെ പേരിലാണ് ഇടപാടുകൾ നടത്തിയത്. എന്നാൽ ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും CSR ഫണ്ട് ലഭ്യമായിട്ടില്ലെന്ന് ചോദ്യം ചെയ്യൽ അനന്തു പോലീസിനോട് സമ്മതിച്ചിരുന്നു. പകുതി വിലയ്ക്ക് സ്ത്രീകൾക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്താണ് അനന്തു തട്ടിപ്പ് നടത്തിയത്. വിവിധ പദ്ധതികളുടെ പേരിൽ 300 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് ഇയാൾ നടത്തിയതായാണ് വിവരം. അനന്തകൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെ തട്ടിപ്പിനിരയായെന്ന പരാതിയുമായി 1200ഓളം സ്ത്രീകൾ രംഗത്തെത്തിയിരുന്നു. പോലീസ് ആസ്ഥാനത്ത് ലഭിച്ച 6 പരാതികളിലടക്കം അനന്തകൃഷ്ണനെതിരെ 15 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലക്കാരാണ് തട്ടിപ്പിന് ഇരയായവരിൽ കൂടുതലും. സംസ്ഥാനത്താകെ 350 കോടിയുടെ തട്ടിപ്പാണ് അനന്തകൃഷ്ണൻ നടത്തിയതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതേസമയം CSR ഫണ്ടിന്റെ മറവിൽ അനന്തകൃഷ്ണൻ നടത്തിയ വൻകിട തട്ടിപ്പുകളിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് മാറും. സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കുന്ന സംഘമാണ് തട്ടിപ്പ് അന്വേഷിക്കുക. കൊച്ചി യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. അനന്തകൃഷ്ണനെതിരെ പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.